അതിനിർണായകമാണ്. അതുപോലെ തന്നെ വെസ്റ്റ് ഡൽഹിയും പടിഞ്ഞാറൻ ഡൽഹിയിലും ബി.ജെ.പിക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ആം ആദ്മി പാർട്ടിയെ എങ്ങനെയാണ് ഡൽഹി ജനത കൈവിട്ടത്? 46ലേക്ക് ബി.ജെ.പി കൂടിയിരിക്കുകയാണ്. ഒരു സീറ്റിലെ ലീഡ് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത്. 46, 22, 1 എന്നുള്ളതായിരിക്കുകയാണ്. വലിയ മുന്നേറ്റം ബി.ജെ.പി കാഴ്ചവെക്കുന്നു. എക്സിറ്റ് പോൾ എങ്ങനെ പറഞ്ഞു അതേ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എക്സാറ്റ് പോൾ 70 സീറ്റിലെയും ലീഡ് നില പുറത്തു വരുമ്പോൾ 46 സീറ്റിൽ ബി.ജെ.പി, അതിന്റെ പകുതി സീറ്റ് മാത്രമാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. 23 സീറ്റിൽ ആം ആദ്മി പാർട്ടി, കോൺഗ്രസ് ഒരു സീറ്റിൽ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ മുഴുവൻ മണ്ഡലങ്ങളിലെയും ലീഡ് നില പുറത്തു വരുമ്പോൾ ഇതാണ് കണക്ക്. ബി.ജെ.പി 46, അതായത് കേവല ഭൂരിപക്ഷത്തെക്കാൾ 10 സീറ്റ് കൂടുതൽ നിലവിൽ ബി.ജെ.പിക്കുണ്ട്. ഒരു സുരക്ഷിതമായ നമ്പർ 46 എന്ന കണക്കിലേക്ക് ബി.ജെ.പി എത്തുന്നു. ആം ആദ്മി പാർട്ടി 23 സീറ്റിൽ ഒതുങ്ങിപ്പോകുന്നു. 62 നിന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി ഏതായാലും 23 എന്ന നമ്പറിലേക്ക് ഒതുങ്ങുന്നത്. കോൺഗ്രസ് ഒരു സീറ്റ്, ഇതാണ് കണക്ക്. 70-70 കണക്കുകൾ പുറത്തു വരുമ്പോൾ ബി.ജെ.പി 46 സീറ്റ്, അതായത് 46, 23 എന്ന് പറയുമ്പോൾ ഇരട്ടി സീറ്റുകൾ ആം ആദ്മി പാർട്ടിയേക്കാൾ ബി.ജെ.പിക്ക് കിട്ടുകയാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ മിക്കയിടത്തും വോട്ടെണ്ണൽ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അങ്ങനെ വരികയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഇക്കാര്യത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. ന്യൂഡൽഹിയിൽ തുടക്കം മുതൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ പിന്നിലാണ്. കൽക്കാജിയിൽ അതീഷി തുടക്കം മുതൽ തന്നെ പിന്നിലാണ്. ജംഗ്പുരയിൽ മനീഷ് സിസോദിയ പിന്നിലാണ്. അങ്ങനെ 3 പ്രധാന മുഖങ്ങളും ആം ആദ്മി പാർട്ടിയുടെ പിന്നിലാണ്. അങ്ങനെ അഴിമതിക്കാരാണ് എന്നുള്ള ആ ഒരു വലിയ ആക്ഷേപം അത് ജനങ്ങളും ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ആം ആദ്മി പാർട്ടിയെ ഡൽഹി ജനത കൈവിടുകയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അഴിമതി വിരുദ്ധർ അഴിമതിയിൽ വീണോ എന്നുള്ള ചോദ്യമാണ് വരുന്നത്. 46 സീറ്റുകളിൽ ബി.ജെ.പി ഇപ്പോഴും ലീഡ് ചെയ്യുന്നു. 47 ലീഡ് ഉയർന്നു. 22 സീറ്റുകളിൽ ആം ആദ്മി പാർട്ടി, ഒരു സീറ്റിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു. ഇതിൽ ഒരു മാറ്റവും ഇനി വരാൻ സാധ്യതയില്ല. 45 സീറ്റുകളെങ്കിലും ബി.ജെ.പി 47, ആം ആദ്മി പാർട്ടി 22, കോൺഗ്രസ് 1. അപ്പോൾ ബി.ജെ.പി 50 സീറ്റിനോട് അടുക്കുന്നു. 47 സീറ്റിൽ ഇപ്പോൾ ഏതായാലും ബി.ജെ.പി ലീഡ് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടി 22 ഒതുങ്ങുന്നു, കോൺഗ്രസ് 1. മഞ്ജുഷ, ഇതിനകത്ത് കേജ്രിവാൾ രാജിവെക്കുമ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ജനകീയ അംഗീകാരം ഇല്ലാതെ ഇനി തിരിച്ചു വരില്ല. അപ്പോൾ ഡൽഹി ഇപ്പോൾ അദ്ദേഹത്തിന് ഏതായാലും അംഗീകാരം നൽകുന്നില്ല എന്നൊരു സൂചനയാണ് ഇപ്പോൾ കൂടി ഏതായാലും നൽകുന്നത്. മദ്യനയത്തിലെ അഴിമതി അത് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയായിട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ ആം ആദ്മി പാർട്ടിയെ ഡൽഹി ജനത കൈവിടുകയാണ്. 12 വർഷത്തെ ഭരണത്തിന് ശേഷം ഡൽഹിയിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഭരണം അവസാനിക്കുകയാണ്. അവിടെ ബി.ജെ.പി അധികാരത്തിലേക്ക് തിരിച്ചെത്തുന്ന കാഴ്ചയാണ് ഡൽഹിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചെടുത്ത്